സൂപ്പർ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് മസ്ക് മെലൺ കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെന്തോ പറയുന്നെന്ന് എനിക്കറിയത്തില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്കിത് വെച്ച് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുൻപ് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്തിരിക്കുന്ന സീഡ്സ് എല്ലാം എടുത്തിട്ട് എന്താ പൾപ്പ് മാത്രം എടുത്ത് വെച്ചാൽ മതി. അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇത് സ്വീറ്റ് നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ വരും. തൊലി ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണോ അത്ര എടുക്കാം. ഞാനിപ്പോൾ സ്വീറ്റിന് വേണ്ടി ഒരു പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവരവർക്ക് എത്ര പഴം വേണോ അത്ര എടുക്കാം. ഇനി ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് വേണമെങ്കിൽ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചുരണ്ടി എടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ ഇതിൻ്റെ നമ്മുടെ നാട്ടിൽ ചിരട്ടയെന്നൊക്കെ പറയത്തില്ല, തേങ്ങയുടെ ചിരട്ടയെന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ചിരട്ട മാതിരി ഇതെടുക്കാം. ഇതേട്ടെ, ഞാനിപ്പോൾ പകുതി പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സി ജാറിനകത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അടിക്കാൻ. നമ്മുടെ ഈ സ്വീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്തെടുക്കാം. നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം, റേസിൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമുക്ക് റേസിൻസും ചേർത്ത് കൊടുത്ത് അതെല്ലാം ഒന്ന് പൊങ്ങി വരട്ടെ. നന്നായിട്ട് വീർത്ത് വരണം. വീർത്ത് വന്നിട്ട് നമുക്ക് നെയ്യിൽ നിന്നും ഇത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ റേസിൻസ് എല്ലാം നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൾപ്പ്, മസ്ക് മെലൺ പൾപ്പ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്ക്കകത്ത് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇച്ചിരി തരിയൊക്കെ ഇങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല. കാരണം നമ്മളിത് ഇച്ചിരി പിന്നെ കട്ട് ചെയ്ത് അതിനകത്ത് ഇടുന്നുണ്ട്. ഒരു 2-3 പീസ്, ഒരു 2 ഇട്ടാലും നല്ലതാണ്, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2-3 പീസ് ഇടാമെന്ന് കരുതിയാണ്. പക്ഷേ ഞാനും അമ്മയും തന്നെ ഉള്ളൂ. ഇത് അമ്മയ്ക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കാഷ്യൂ എല്ലാം കുറച്ചിട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ പൾപ്പെല്ലാം ഇവിടെ നന്നായിട്ട് പച്ചമണം എല്ലാം ഒന്ന് പോയി വന്നിട്ടുണ്ട്.
പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊരു കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ അവരവർക്ക് എത്ര വേണോ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മതി, അവരവരുടെ വീട്ടിലെ അംഗങ്ങളുടെയൊക്കെ അനുസരിച്ച് മതി. ഇപ്പം ഞങ്ങളിവിടെ 2 പേരെ ഉള്ളതുകൊണ്ട് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് നന്നായി തിളപ്പിക്കാം. ഇപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ച പാലായിരുന്നു, പക്ഷേ ഇച്ചിരി ഒന്ന് തണുത്തു പോയി. നമുക്ക് നന്നായി ഒന്നും കൂടി തിളപ്പിക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ 2 സ്പൂണ് ഒരു 60 ml ഇട്ടിട്ടുണ്ട് പഞ്ചസാര. അപ്പുറം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് ഒരുമാതിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് നമ്മൾ ചവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് അരമണിക്കൂർ കുതിർത്തെടുത്ത ചവ്വരി വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തിട്ട് നമ്മൾ ആ വെള്ളം എടുക്കാൻ പാടില്ല. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് നമുക്ക് ഗ്ലാസ് മാതിരി നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്നുകൂടെ തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ പാലും ചവ്വരിയും എല്ലാം നന്നായിട്ടിവിടെ തിളച്ച് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി കുറുകത്തില്ല. പിന്നെ ഇപ്പം നമ്മളത് കുറുക്കാൻ വേണ്ടി ഞാനൊരു 50 ml പാലിനകത്തോട്ട് 1 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതാണിത്. ഇത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് മിശ്രിതം എല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ സെപ്പറേറ്റ് പൊടിച്ച ഏലക്കാപ്പൊടി ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ ഏലക്കായും 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. നെയ്യും എല്ലാം കൂടെ ചേർന്നൊരു സൂപ്പർ മണമാണ്. നമ്മുടെ മസ്ക് മെലൺ സ്വീറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനും റേസിൻസും അതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസ്ക് മെലൺ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ ഉപയോഗിക്കാം. ഇല്ല തണുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെ വേണേലും നമുക്ക് കഴിക്കാം. അത് അവരവരുടെ ഇഷ്ടം. ഇപ്പം ഞാനാണെങ്കിൽ 2 രീതിയിലും എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസ്ക് മെലൺ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.